ായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. ഈ പുണ്യമായ റമദാനിലെ അനുഗ്രഹീതമായ എഴുത്തുക്കും മിനന്നാറിന്റെ ഈ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നരകമോചിതരിൽ നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നാമുമായി വേണ്ടപ്പെട്ടവരെയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, റമദാൻ വിട പറയുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള് മരണപ്പെട്ടു പോയ ഒരു പ്രതീതിയാണെന്നാണ്. അല്ലെങ്കിൽ അയാള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതിഥി തൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതിനേക്കാൾ എത്രയോ വലിയ പ്രയാസമാണ് പുണ്യ റമദാൻ വിട പറയുമ്പോൾ മുഅ്മിനായ മനുഷ്യനുണ്ടാവുക. റമദാൻ വന്നപ്പോൾ നമ്മളൊക്കെ സലാം പറഞ്ഞ് സ്വീകരിച്ചു. ആ റമദാനെ നമ്മൾ സന്തോഷത്തോടെ വരവേറ്റു. ഇനി ആ റമദാൻ നമ്മിൽ നിന്ന് യാത്ര പോവുകയാണ്. മഹാന്മാരായ സഹാബത്തിന്റെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ കിതാബുകളിൽ പറയുന്നുണ്ട്, 6 മാസക്കാലം അവര് റമദാൻ വിട പറഞ്ഞതിന്റെ ദുഃഖത്തിൽ ആ റമദാൻ അനുകൂലമായി കിട്ടാൻ അതിനു വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യുമായിരുന്നു. പിന്നീടുള്ള 6 മാസം ആ റമദാൻ അവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് അവർ ദുആ ചെയ്യുമായിരുന്നു. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാത്മാക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ മദീനത്ത് നിന്ന് യാത്രയാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിട്ടുപിരിയുമ്പോൾ അവിടുത്തെ പ്രിയ പുത്രി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വഫാത്തായി കിടന്നപ്പോ റസൂലുള്ളാഹി തങ്ങളെ ആ ജനാസക്ക് മുമ്പിൽ സഹാബത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വിലപിച്ച ആ വല്ലാത്ത ഒരു സമയം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് അവരോട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട്, വമാ മുഹമ്മദുൻ ഇലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ എന്ന ആയത്ത് ഓതി കൊടുത്തിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകും, അവിടുന്ന് മരണപ്പെടും, പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് അർത്ഥം വരുന്ന ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പ്രസംഗിച്ചപ്പോഴാണ് സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ ഖബറടക്കാൻ തുനിയുന്നത്. അത് കഴിഞ്ഞിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മണ്ണിട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അനസേ, ഫാത്തിമ ബീവി ചോദിക്കാണ്, അനസേ നിങ്ങൾക്ക് എങ്ങനെയാ കഴിഞ്ഞത് അനസേ? എന്റെ വാപ്പായുടെ, എന്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് മണ്ണിട്ട് കൊണ്ട് പോരാൻ എങ്ങനെയാണ് കഴിഞ്ഞത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നുകൊണ്ട് യാത്രയാകുന്ന സമയത്ത് മുഅ്മിനായ ഒരു മനുഷ്യൻ കരയും. കാരണം ആ റമദാനും മുഅ്മിനും അത്രയും ബന്ധമായിരിക്കും. നമ്മിൽ പല ആളുകളും റമദാൻ മാസമായത് മുതൽ ഒരു സമയവും ഖുർആനോത്തിലാണ്,
ഒരു സമയവും ഇബാദത്തിലാണ്. ഇതുപോലെ വർഷത്തിൽ നമുക്ക് റാഹത്ത് കിട്ടുന്ന മറ്റൊരു ദിനരാത്രങ്ങളില്ല. ഓരോ സൽക്കർമ്മങ്ങൾക്കും 700 ഇരട്ടി പ്രതിഫലം. ആ പ്രതിഫലം കരഗതമാക്കാൻ വേണ്ടി വിശ്വാസികൾ ആ റമദാനിൽ ഖുർആനോത്തും സ്വതക്കയും ദാനധർമ്മങ്ങളും നോമ്പ് പിടിക്കലും നോമ്പ് തുറപ്പിക്കലും ഇങ്ങനെയുള്ള പരിപാടികളും ഒക്കെയായി പോകുമ്പോ ആ റമദാൻ വിട പറയുമെന്നറിയുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 1000 മാസത്തിന്റെ ദൈർഘ്യമുള്ള 84 വർഷക്കാലം അമൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന ആ ലൈലത്തുൽ ഖദ്ർ ഇനി വരാൻ പടച്ചവനെ ഒരു വർഷം ഞാൻ കാത്തിരിക്കേണ്ടതില്ലേ? അടുത്ത റമദാൻ വരുമ്പോ ഈ ഭൂമി ലോകത്ത് ഞാൻ ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ചിന്തയാണ്, ചോദിക്കേണ്ട ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, ഹസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണയുടെ ആ ദിനം വരുന്നതിന് മുമ്പ് സ്വന്തമായുള്ള ഒരു വിചാരണ നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്ര പേര് ഈ റമദാനിന് നമ്മളോട് കൂടെയുണ്ട്? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്ര ആളുകളാണ് യാത്രയായി പോയത്? നമ്മുടെ കൂട്ടുകാര് പലരും നിന്ന് നമ്മോടൊപ്പമില്ല. ഈ പെരുന്നാൾ സുദിനത്തിൽ പള്ളിക്കാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലെ ഖബറുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഉറ്റ മിത്രം അവിടെയുണ്ട്. നമ്മുടെ ചിലപ്പോ പ്രാണപ്രേയസി എവിടെയുണ്ടാകാം, പ്രിയതമ എവിടെയുണ്ടാകാം, നമ്മുടെ മക്കൾ എവിടെയുണ്ടാകാം. അടുത്ത റമദാനിൽ ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരും കുടുംബങ്ങളും വന്നിട്ട് നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് സലാം പറയുമ്പോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വന്തം ശരീരത്തോടൊരു വിചാരണ നടത്തുക. ഈ റമദാൻ വന്നിട്ട് ഞാൻ എത്ര ഖത്മുകൾ തീർത്തു, എത്ര ജമാഅത്ത് എന്നിൽ നിന്നുകൊണ്ട് മുടങ്ങിപ്പോയി. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു പരിവർത്തനത്തിന്റെ സുന്ദരമായ തിരുനാളം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്നുകൊണ്ട് അലയടിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ റമദാൻ വിചിന്തനത്തിൻ്റെതായി മാറണം. ഈ റമദാനിലെ അവസാനത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു വിചിന്തനത്തിന്റെ വെള്ളിയാഴ്ചയായിട്ട് മാറണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രതിജ്ഞകൾ നമ്മൾ ചെയ്യണം. കൊണ്ടുപോകുമ്പോ ഒന്നും കൊണ്ടുപോകാനില്ല. മഹാനായ ഒരു കവി ചോദിക്കുന്നുണ്ട്, ഐനൽ അഹിബ്ബത്തു വൽ ജിറാനു മാ ഫുഇലു, നിന്റെ കൂട്ടുകാർ എവിടെയാണ്? നിന്റെ അയൽവാസികൾ എവിടെയാണ്? അവരൊക്കെ എവിടെ പോയി? സഖാഹുമുൽ മൗത്ത്, മരണം അവരെ കൊന്നുകളഞ്ഞു. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനുള്ളത്. മരിച്ച ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. 3 കഷണം തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുമ്പോ നമ്മൾ വിലമതിച്ച പലതും ഇവിടെയുണ്ട്. നമ്മൾ എത്രയോ പണം കൊടുത്ത് വാങ്ങിയ വാഹനങ്ങളും സ്ഥലങ്ങളും അതുപോലെ നമ്മൾ ഈ ദുനിയാവിലുണ്ടാക്കിയിട്ടുള്ള പല വസ്തുക്കളും ഇവിടെ ഇട്ടേച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പ്രിയതമയോട് പോലും ചിലപ്പോ ഒന്ന് യാത്ര പോലും പറയാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഹസിബു ഖബ്ല അൻ തുഹാസബു, ഒരു ശരീരത്തോടുള്ള ഒരു വിചാരണ നടത്തിയിട്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ യാത്രയാകുമ്പോഴേക്ക് അടുത്ത ആ റമദാൻ കഴിഞ്ഞുള്ള പെരുന്നാൾ വരുന്ന ആ സുദിനത്തിൽ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറേണ്ടതുണ്ട്. അതിനാണ് പരിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ആ റമദാൻ കൊണ്ടും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. റമദാനിലെ നോമ്പുകൾക്കുള്ള പോരായ്മകൾ അത് നികത്തുന്നതാണ് ഫിത്ർ, സകാത്ത്. റമദാനിലെ ഏറ്റവും ഒടുവിലെയും ശവ്വാലിലെ ആദ്യ ദിവസത്തിലും ജീവനുള്ള ഒരാളും സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫിത്ർ സകാത്ത് കൊടുക്കൽ നിർബന്ധമായി വരുന്നതാണ്. ആ സമയത്ത് ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും, അഥവാ ശവ്വാലിന്റെ ആ പൊന്നമ്പിളി മാനത്ത് മിന്നി വിടരുന്ന ആ സമയത്ത് ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശവ്വാൽ പിറക്കുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫിത്ർ സകാത്ത് കൊടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നതാണ് ഫിത്ർ സകാത്ത് എന്ന് പറയുന്നത്. നമ്മൾ മുതലിന്റെ സകാത്ത് കൊടുക്കുന്നത് പോലെ ശരീരത്തിന്റെ സകാത്താണ്
ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ വചനങ്ങൾ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഇമാം തബറാനി അടക്കമുള്ള മഹാത്മാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഷാഫി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വക്കീഅ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത്, സഹ്വിന്റെ സുജൂദ്, നിസ്കാരത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തുന്ന സഹ്വിന്റെ സുജൂദ് അതുപോലെയാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. നിഹായയുടെ 3-ാം വാള്യം 108-ാമത്തെ പേജിൽ നോക്കിയാൽ കാണാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാശിയത്തു ബുജൈരി നോക്കിയാൽ അതിന്റെ 2-ാം വാള്യം 43-ാമത്തെ പേജിൽ കാണാവുന്നതാണ്. റമളാനിലെ നോമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികൾക്കിടയിൽ തടഞ്ഞു വെക്കുമെന്നാണ്. എന്നിട്ട് ഒരാൾ ഫിത്ർ സക്കാത്തിന് അർഹനായിട്ട് അയാൾ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കും. ആ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മാത്രമാണ് അയാളിൽ നിന്നുകൊണ്ട് ആ നോമ്പ് സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആലോചിച്ച് നോക്കൂ അതിന്റെ ഗൗരവം എത്രയാണെന്ന്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് ഒരുപാട് പേരുണ്ട് അതിന്. സ്വദഖത്തുൽ ബദൻ, സക്കാത്തുൽ അബ്ദാൻ, അതുപോലെ തന്നെ സക്കാത്തു സൗം, സക്കാത്തു റൂസ്, സക്കാത്തുൽ ഫിത്ർ, സക്കാത്തു റമദാൻ, ഇങ്ങനെയൊക്കെ പല പേരുണ്ട്. ഇമാം ശർഖാവി അവിടുത്തെ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 369-ാമത്തെ പേജിൽ ഈ പേരുകളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിത്ർ സക്കാത്തിന്റെ വിഷയം വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പെരുന്നാളിന്റെ ആ സുദിനത്തിൽ സ്വന്തം കടം, അതുപോലെ അവൻ ചെലവ് കൊടുക്കുന്ന ആളുകള്, അഥവാ ഭാര്യ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകള്, മക്കളടക്കമുള്ള ആളുകള്, അവർക്ക് ആവശ്യമായ പെരുന്നാളിന്റെ രാപ്പകലിൽ മതിയായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ ദിവസത്തില് അയാൾക്ക് കുടുംബ ഭക്ഷണം നൽകൽ, ചെലവ് നൽകൽ നിർബന്ധമായ ആളുകൾക്ക് അനിവാര്യവും അനുയോജ്യവുമായ വസ്ത്രം, അതുപോലെ തന്നെ പാർപ്പിടം, അതേപോലെയുള്ള കടം കഴിച്ചു വരുന്ന ആ ബാക്കി പണം കൊണ്ട് പെരുന്നാളിന്റെ ഭക്ഷണം, രാപ്പകലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ തുക അവന്റെ കയ്യിൽ, അഥവാ അതിനുള്ള ആ ധാന്യം, അതിന് ആവശ്യമായിട്ടുള്ള പണമോ മറ്റോ അവന്റെ കയ്യിലുണ്ടെങ്കിൽ, ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അരി അയാളുടെ കയ്യിലുണ്ട്, വീടും അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങൾ കഴിച്ചു വെച്ച ബാക്കി പൈസ കൊണ്ട് അയാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണത്. തുഫയുടെ 3-ാം വാള്യം 305-ാമത്തെ പേജിൽ കാണാവുന്നതാണ്. അതിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് 1 മുതൽ ഇത് കൊടുക്കാവുന്നതാണ്. എന്നാൽ മുസ്ലിം കരീമിൽ കാണാം, മാലിക്കി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം റമദാൻ 1 മുതൽ കൊടുക്കാൻ പറ്റൂല. ഷാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം റമദാൻ 1 മുതൽ കൊടുക്കാമെങ്കിലും ഏറ്റവും അഫ്ളലായ സമയം എന്ന് പറയുന്നത് മാസപ്പിറവി അറിഞ്ഞത് മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് ആ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് വരെയുള്ള സമയമാണ്. അത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യക്കാരായപ്പോൾ നല്ല സ്വാലിഹ്യങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി, അയാൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്, അയാൾ നാട്ടിലേക്ക് വരുന്നതേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് പിന്തിപ്പിക്കാവുന്നതാണ്. പക്ഷേ പെരുന്നാളിന്റെ ആ സൂര്യോദയം കഴിഞ്ഞാൽ പിന്നെ അത് ഹറാമായി വരുമെന്നാണ് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. കിതാബുകളിൽ കാണാം. കുർദി പോലെയുള്ള ഗ്രന്ഥം അതിന്റെ 2-ാം വാള്യം 154-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, പകൽ സമയം കഴിഞ്ഞ് പിന്നെ പിന്തിപ്പിക്കുന്നത് ഹറാമാണ്, അയാൾ കുറ്റക്കാരനായി മാറുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ അളവ് എന്ന് പറയുന്നത് 4 മുത്ത്, ഒരു സ്വാഴ് അഥവാ 4 മുത്ത് 320 3200 ലിറ്റർ ഏകദേശം വരും. അപ്പൊ നമ്മൾ അത് കണക്കാക്കുമ്പോ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, നമ്മുടെ രാത്രി കാലത്തുള്ള തറാവീഹിന് ശേഷമുള്ള ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചതാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ, അഥവാ നല്ല വലിയൊരു മനുഷ്യനുമല്ല, വളരെ ചെറുതൊരു സാധാരണ ഒരാള് 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോരിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ നാട്ടിലെ ധാന്യം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ധാന്യം എന്ന് പറയുന്നത് അരിയാണല്ലോ. അപ്പൊ അതിങ്ങനെ കോരിക്കഴിഞ്ഞാൽ കിട്ടുന്നത്, ഒരു കോരൽ ഇങ്ങനെ കോരിയ ഒരു മുദ്ദായി. അങ്ങനത്തെ 4 കോരല് 4 മുദ്ദ് ഏകദേശം 2 ആവുമ്പോൾ നമ്മൾ 2.5 എന്ന് പറയും. പക്ഷെ എല്ലാ അരിയും 2.5 ആവൂല.
അത് ഉണക്കി ഇതൊക്കെ വരുമ്പോ തൂക്കത്തിന് വ്യത്യാസങ്ങൾ വരും, പല അരിക്കും പല അളവായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇതിപ്പോ മുത്ത് പാത്രങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇതാ നോക്കേണ്ടത് മെയിനായിട്ട്. ഇങ്ങനെ കോരിക്കഴിഞ്ഞാൽ 2 കൈയും ചേർത്ത് പിടിച്ച് കോരിക്കഴിഞ്ഞാൽ കിട്ടുന്ന, കൈ നിറച്ചു കോരണം, കുറച്ച് കോരിയാൽ പറ്റില്ല, നിറച്ചു കോരണം, അങ്ങനെ കോരിയാൽ കിട്ടുന്ന അതാണ് ഒരു മുത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ 4 മുദ്ദാണ് കൊടുക്കേണ്ടത്. കാരണം ചിലർ പറയും, ചില പള്ളിയിൽ പറയും, ചിലർ പറയും 2.5 കൊടുത്താൽ മതി എന്ന് പറയും, ചില 2.600 കൊടുത്താൽ മതി എന്ന് പറയും. അപ്പൊ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനാണ്. ശരിക്കും ഇത് നമ്മൾ നോക്കിയാൽ ഒരു വിഷയമല്ല. ഈ മുദ്ദ് കറക്റ്റായിട്ട് ഇങ്ങനെ കയ്യിലിങ്ങോട്ട് എടുത്ത് അങ്ങനെ 4 കോരെല്ലാം കൂടെ കോരി കൊടുത്താൽ പ്രശ്നം തീർന്നു. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പെരുന്നാളിന്റെ ആ നിലാവ് കാണുന്ന സമയത്ത് ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ഒരാൾക്ക് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള കഴിവില്ല, ഒരാള് സാമ്പത്തികമായി വളരെ മോശാവസ്ഥയിലാണ്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അയാളെ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ വ്യക്തിയാണ് ഭാര്യ എന്ന് പറയുന്നത്. പക്ഷെ ഭാര്യയുടെ കയ്യിൽ സമ്പത്തുണ്ട് എങ്കിൽ ആ ഭാര്യക്ക് സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ചിലപ്പോൾ നിയ്യത്ത് മറന്നു പോകും. എന്ത് കാര്യവും നിയ്യത്താണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണല്ലോ, നിയ്യത്താണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലി സദഖ റസൂലുള്ളാഹി. അപ്പൊ നിയ്യത്ത് വെക്കണം നമ്മൾ, എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് വെക്കുക. ഇനി ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിലും അപ്പോഴും നമ്മൾ നിയ്യത്ത് വെക്കണം. അയാൾ മറന്നു പോയാലും പ്രശ്നമാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടെ അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ഒരൊറ്റ രാവ് കൂടിയാണ് ബാക്കിയുള്ളത്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 29ാമത്തെ രാവ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആ സമയങ്ങളൊക്കെ വളരെയധികം അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. റമദാനായത് മുതൽ ഇതുവരെ ധാരാളം ആളുകൾ നോമ്പുതുറയിലേക്ക് സഹകരിച്ചവരുണ്ട്. അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അകമഴിഞ്ഞ് ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.